പെണ്ണ് കെട്ടുകയാണെങ്കിൽ 3 അല്ലെങ്കിൽ 4 കെട്ടണം. 3 കെട്ടിക്കഴിഞ്ഞാൽ അവൻ പരമാനന്ദത്തിലാണ്. 4 കെട്ടിയവനോ അവൻ അനുഭവിക്കുന്ന ആനന്ദത്തിന് നിർവൃതിക്ക് പകരം വെക്കാൻ വേറൊന്നില്ലേയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ലോ. മഹാനായ സ്വഹാബി വര്യൻ കൂഫയിലെ അമീറായിരുന്ന മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത്, 1 കെട്ടിക്കഴിഞ്ഞാൽ മാസമുറയും രോഗവും കാര്യങ്ങളായിട്ട് അതങ്ങനെ ജീവിച്ചു തീർക്കാം. 2 കെട്ടിക്കഴിഞ്ഞാലോ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ വിഴുങ്ങാൻ നിൽക്കുന്ന 2 അഗ്നികുണ്ഡങ്ങൾക്ക് നടുവിൽ നിൽക്കുന്നത് പോലെയാണ്. 3 4 കെട്ടണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അദ്ദേഹം വലിയ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തെ ആർക്കും പറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ ഒരാൾ പറ്റിച്ചിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. അതെങ്ങനെയെന്നല്ലേ പറയാം. മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹു കൂഫയിൽ അമീറായിരിക്കുന്ന കാലം. അപ്പോൾ അദ്ദേഹം നല്ല സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണിനെ വിവാഹം ആലോചിച്ചു. ഈ പെണ്ണ് നമ്മുടെ കഥാപുരുഷനായ ചെറുപ്പക്കാരൻ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്. അവളെയാണ് അമീർ വിവാഹം ആലോചിക്കുന്നത്. പക്ഷേ ഇവൻ സ്നേഹിക്കുന്ന കാര്യം ആ വീട്ടുകാർക്കോ വേറെ ആർക്കോ അറിയുന്നില്ല, പെണ്ണിന് പോലും അറിയാത്തൊരവസ്ഥയിലാണ്. ആ സമയത്താണ് അമീറിൻ്റെ വിവാഹാലോചന വന്നപ്പോൾ വീട്ടുകാർക്കും സന്തോഷം. എന്തായാലും നടത്താനുള്ള തീരുമാനമായി. ഇവനെങ്ങനെ ആലോചിച്ചു, എങ്ങനെയാണ് ഈ കല്യാണം ഒന്ന് മുടക്കുക. അവൻ നേരെ മുഗീറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഓ അമീർ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ വേറൊരാൾ ചുംബിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന്. അമീർ ചോദിച്ചു, സത്യമാണോ? അപ്പോൾ പറഞ്ഞു, സത്യമാണ്. അങ്ങനെ ആ കല്യാണം മുടങ്ങി. വേറൊരാൾ ചുംബിച്ച പെണ്ണിനെ അമീറായ ഞാനെങ്ങനെ കിട്ടും? ആ ചിന്തയിലാണ് അമീർ ആ കല്യാണം മുടക്കിയത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമീർ കേൾക്കുന്നത് ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനെ കെട്ടി എന്നുള്ളതാണ്. അങ്ങനെ അമീർ ആളെ വിട്ട് ആ ചെറുപ്പക്കാരനെ വരുത്തിച്ചു. എന്നിട്ട് ചോദിച്ചു, നീയല്ലേ പറഞ്ഞത് വേറൊരാൾ ചുംബിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളത്, എന്നിട്ട് പിന്നെ നീ എന്തിന് കല്യാണം കഴിച്ചു? അപ്പോൾ മഹാനവറുകളോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ അവളെ വേറൊരാൾ ചുംബിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടത്, അത് സത്യമാണ്. അപ്പോൾ അമീർ പിന്നെ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ നെടുവീർപ്പിട്ടുകൊണ്ട് വീണ്ടും തുടർന്ന് പറഞ്ഞു, പക്ഷേ അത് അവളുടെ വാപ്പയായിരുന്നു. ചെറുപ്പത്തിൽ അവളെ എടുത്ത് കൊഞ്ചിക്കുന്ന സമയത്ത് അവളെ തുരുതുര ചുംബനം വെക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് അമീറിന് അമളി പറ്റിയത്. അവളെ കെട്ടാൻ വേണ്ടി കാമുകൻ ഒപ്പിച്ച സൂത്രം. അങ്ങനെ ജീവിതത്തിൽ ആകെ ഒരു പ്രാവശ്യമേ ഈ അമീറിന് ഈ ഒരു അമളി പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയ ഫേമസ് ആയതും. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.